നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒരു ആഴ്ചയിലെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിന്ന് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു ലോങ് ടൈം വ്യൂ നമുക്ക് നോക്കാം. ലോങ് ടൈം വ്യൂ നമ്മൾ ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ മാർക്കറ്റ് ഒരു താൽക്കാലികമായിട്ടുള്ള പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒക്കെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെവൽ എത്തിയപ്പോൾ നിഫ്റ്റിയിൽ അത് സൂചിപ്പിച്ചിരുന്ന ലെവല് ഇതൊരു ട്രാപ്പ് ഏരിയ ആണ്. അതായത് 23,888 ഈ ഒരു ഏരിയയുടെ മുകളിലേക്ക് ഇനി ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ മാത്രമാണ് നിഫ്റ്റിയുടെ ഒരു ബൈയുടെ ഒരു സാധ്യത, ഫർദർ ബൈയുടെ ഒരു സാധ്യത, അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റം ഇവിടുന്ന് സ്ലോ ആകാനുള്ള സാധ്യത പോലെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ചിൽ സ്ട്രഗിൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലും ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് 21,500 മുകളിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ, നിഫ്റ്റിയിൽ ഇപ്പോൾ ലോങ് ടൈം വ്യൂവിലുള്ള ഒരു സപ്പോർട്ട് വരുന്നത് 23,400 23,400 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് കൂടുതൽ വീക്ക്നെസ് ആണ്. ഈ ഒരു ട്രെൻഡ് ഈ ഒരു ലെവല് സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ആ ഒരു പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു പ്രഷറാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇനി 23,400 താഴത്തേക്ക് കൂടി ക്ലോസ് ചെയ്താൽ നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് സഡൻ ആയിട്ടുള്ളൊരു ഫാളിനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ലോവർ ലെവല് പിന്നെ സപ്പോർട്ട് വരുന്നത്, ലോവർ ലെവലിൽ ഇനി നല്ല സപ്പോർട്ട് എന്ന് പറയാനായിട്ട് കുറച്ച് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഡേയിൽ ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന സപ്പോർട്ട് ലെവലിന്റെ ഒരു മുകളിലേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് മാർക്കറ്റിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ലെവലിലൊക്കെ എപ്പോഴും നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് മാർക്കറ്റ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ആ ഒരു സ്ട്രഗിൾ ചെയ്തത് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിഫ്റ്റിയിലും ഇപ്പോൾ ഹയർ ലെവൽ ഇപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് ഈ ഒരു ലെവൽ തന്നെ 23,888 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ലോവർ ലെവല് നല്ല സപ്പോർട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി ഈ ഒരു ലെവലിലാണ്. ഇനി 22,500 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് കാണുന്നുണ്ട്. ഹയർ ലെവലും ലോവർ ലെവലും തമ്മിലുള്ള ഈ ഒരു റേഞ്ചാണ് കാണുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വീക്കില് അല്ലെങ്കിൽ പിന്നത്തെ വീക്കിൽ ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് വളരെയധികം ഇമ്പോർട്ടന്റ് കൂടിയിട്ടാണ്. അപ്പൊ നിഫ്റ്റിയിലായാലും ശ്രദ്ധിക്കേണ്ടത് വരും ദിവസങ്ങളിലായാലും 23,400 മുകളിലേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടോ. അതേപോലെ തന്നെ ഇപ്പൊ ഇന്നത്തെ ഒരു ക്ലോസിങ് 23,519 അപ്പോൾ നിഫ്റ്റി ആയാലും 23,400 ക്ലോസ് ചെയ്തതിന് ശേഷം 23,520 മുകളിലേക്ക് ഇൻട്രാഡേയിലായാലും സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ വീണ്ടും ഈ ഒരു ഹയർ ലെവൽ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ലെവല്, അതായത് 23,400 ഹോൾഡ് ചെയ്തുകൊണ്ട് 23,520 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും ഈ ഒരു റേഞ്ചിൽ ഇതേ രീതിയിലുള്ള ഒരു മൊമെന്റത്തിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ അതിനുശേഷം ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റാതെ, റെസിസ്റ്റൻസിന് മുകളിൽ പോകാൻ പറ്റാതെ 23,400 താഴേക്ക് ക്ലോസ് ചെയ്താൽ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഫാളിനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റിനെ ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. നമുക്ക് ഹയർ ലെവലിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് നൽകാനായിട്ട് സാധിക്കില്ല. കാരണം നിഫ്റ്റി വൺസ് 23,888 മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഇനി ഒരു ഹയർ ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വരും ആഴ്ചയിൽ, വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവല് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനനുസരിച്ചാവും മാർക്കറ്റിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്കുള്ള ഒരു മൊമെന്റം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യാം. ഇത് ഒരു ലോങ് ടൈം വ്യൂവിൽ ഇതേ രീതിയിൽ ഒന്ന് നിഫ്റ്റിനെ ഒന്ന് കണ്ടാൽ മതി. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷനും ഈ ഒരു ലോ എന്ന് പറയുന്നതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത്. അതേപോലെ 51,100
സപ്പോർട്ട് കാണുന്നത്. അപ്പൊ ഈ 51 100 നിലനിർത്തുമ്പോൾ ഈ ഒരു ലെവലിന്റെ അടുത്തുനിന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഹയർ ലെവല് ബാങ്ക് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് 52,000. അപ്പൊ ഈ ഒരു രണ്ട് റേഞ്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ മുകളിലേക്കോ താഴത്തേക്കോ ക്ലോസ്. അപ്പൊ നമുക്ക് ഇൻട്രാഡേയിലെ നിഫ്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഏതൊരു ലെവലിൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എക്സാക്ട് ആയിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റിക്ക് 23,450 450, അതേപോലെ തന്നെ 23,410 ഞാൻ ഇൻട്രാഡേയിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. 23,410, അതുപോലെ തന്നെ 23,450. അപ്പൊ നിഫ്റ്റി 23,410 ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് തന്നെയാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബൈ ഓപ്പർച്യൂണിറ്റി 23,410 ഹോൾഡ് ചെയ്താലല്ല, 450 മുകളിലേക്കെങ്കിലും ഒരു ക്യാനില് ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 23,450 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,410 ഒരു താഴത്തേക്ക് കൂടുതൽ വീക്ക്നെസ് ആണ്. നിഫ്റ്റി എപ്പോഴും 23,410 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി 450 മുകളിൽ മാത്രമാണ്. 410 മുകളിൽ ക്ലോസ്, കാരണം നിഫ്റ്റിക്ക് 23,410 മുകളിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താലാണ് നിഫ്റ്റിയുടെ ഈ പോസിറ്റീവ് സ്ട്രെങ്ത് നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാളിനാണ് സാധ്യത കാണുന്നത്. ഈ ലെവലിന് താഴെ 23,410 ഒരു താഴെ, 23,410 താഴെ മൈനർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളല്ല. 23,465 സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ 23,325 സപ്പോർട്ട് വരുന്നത്. 410 വിട്ട് കഴിഞ്ഞാൽ സ്ട്രോങ് സപ്പോർട്ടുകൾ കാണുന്നില്ല. അതുപോലെ തന്നെ 23,265. പിന്നെ നല്ല സപ്പോർട്ട് വരുന്നത് 23,265, അതേപോലെ തന്നെ 23,200, ജസ്റ്റ് 200 തൊട്ട് താഴെ 23,200. പിന്നെ കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് കിട്ടാൻ സാധ്യത വരുന്നത്. അതുപോലെ തന്നെ 21,140. ഇനി ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ നിഫ്റ്റി ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് സോൺ ആണ്. കാരണം ഈ ഒരു ലെവലിൽ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണെന്ന് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്താലാണ് ഫർദർ ആയിട്ടുള്ള ബൈക്ക് സാധ്യത. അപ്പൊ നിഫ്റ്റി നിലനിൽക്കുന്ന ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലല്ല, നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 23,640 അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ആ 23,640 അടുത്തുനിന്ന് നിഫ്റ്റി റിവേഴ്സിൽ വരുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ ഹയർ ലെവലിലേക്ക് ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്താലും 23,520 റെസിസ്റ്റൻസ് വരുന്നത്. 23,520 മുകളിൽ നിലനിർത്തുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ആ ഒരു ലെവലിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ ഇതിന്റെ 410 താഴെയാണ് കുറച്ചും കൂടി ഒരു സേഫ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 450 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് ഇൻട്രാഡേയിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 520 റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം 560 റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് സോൺ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. അതിനുശേഷം 23,610 ഉണ്ട്, അതുപോലെ തന്നെ 23,645 ഉണ്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിഫ്റ്റിക്ക് ആ ഒരു പോസിറ്റീവ് ഇൻട്രാഡേയിൽ കിട്ടണമെങ്കിൽ 23,520 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. സ്ട്രെങ്ത് ഫാള് എപ്പോഴും 23,410 ഒരു താഴത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എപ്പോഴും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകരുത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ, താഴത്തേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. അതുപോലെ തന്നെ ഓരോ സപ്പോർട്ടിന്റെ താഴത്തേക്കും ക്ലോസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഷോർട്ട്സിന് ഇമ്പോർട്ടൻസ് നൽകാം.
പക്ഷെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 21,410 450 റേഞ്ച് റെസിസ്റ്റൻസ് ആണ്. ഓരോ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോഴും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 450, 520, അതുപോലെ തന്നെ 560 ഈ പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ നോക്കുക, കൃത്യമായിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. വരും ദിവസങ്ങളിൽ 410 മുകളിൽ ക്ലോസിംഗ് നിലനിർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ 520 മുകളിൽ ക്ലോസിംഗ് നിലനിർത്തുന്നുണ്ടോ എന്ന അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ വരും ദിവസങ്ങളിലെ ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.